ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മസാല. ഇവിടെ ഹിന്ദി പറയുന്നത് വിണ്ടി മസാല. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഏകദേശം 300 ഗ്രാം വെണ്ടയ്ക്ക, 3 മീഡിയം സൈസ് ഉള്ളി, 2 ടൊമാറ്റോ തക്കാളിക്ക, 1 ടീസ്പൂൺ മുളക്. ഈ മുളക് ഞാൻ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്, കാശ്മീരി മുറിച്ചും എരിവുള്ള മുറിച്ചും. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആഡ്രസ് 5-10 പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഗരം മസാല. അങ്ങനെ ഇതിനകത്ത് ഇട്ട് വെക്കാതെ അതിൻ്റെ മണം പോകും, അതുകൊണ്ടാണ് ഗരം മസാല. ഇത്രയും ഞാൻ ആ വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഉള്ളി 3 എണ്ണം അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാം കാണാം. കടായി അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇടണം. ജീരകം ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ഇടണം. ജീരകം മൂക്കാൻ തുടങ്ങി, എന്നിട്ട് ഉള്ളി ഇടണം. നമുക്ക് ഉള്ളി ഇട്ട് നല്ലപോലെ വഴങ്ങണം. എത്രയും വഴകാവും. ഇനി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടണം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വഴറ്റി ഒന്ന് വഴരുമ്പോൾ, ഒത്തിരി മൂക്കണ്ട. വെളുത്തുള്ളി ഇഞ്ചി ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് നോക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക്, കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ച് വെച്ചേക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അതാണ് നല്ലപോലെ വഴരണം. ഇതിലൊത്തിരി മസാലയൊന്നും ഉള്ളതല്ല. നല്ലപോലെ വഴന്നു കഴിഞ്ഞ് ഇനി നമ്മൾ 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ എടുത്ത് വെച്ച് അത് ഇതിനകത്തോട്ട് ഇടുക. അതിനകത്ത് ഉപ്പ് ഇടണം. എത്രയും നമ്മൾ എടുക്കുന്ന അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ഇടണം. ഈ ടൊമാറ്റോ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ആ വെണ്ടയ്ക്കായ്ക്കകത്ത് കിടന്ന് ഇത് വഴരണം. അല്ലാതെ നമ്മളിത് മൊത്തം ടൊമാറ്റോ വഴന്ന് കഴിഞ്ഞ് വെണ്ടയ്ക്ക ഇടരുത്. അതിന് മുമ്പ് വെണ്ടയ്ക്ക ഇടണം. ഇനി വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക അതിൽ ഇങ്ങനെ അരിയണം. അരിഞ്ഞിട്ട് നല്ലപോലെ മസാല ഇതിനകത്തെല്ലാം പിടിക്കും. ഇങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് ഇളക്കണം. ഇളക്കി 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി വെച്ച് തുറന്ന് വെക്കണം 5 മിനിറ്റ്. ഇത് കുഴഞ്ഞൊന്നും പോകത്തില്ല, ടൊമാറ്റോ കാരണം ഇത് കുഴഞ്ഞൊന്നും പോകത്തില്ല. 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചേക്കണം. ഇളക്കി 5 മിനിറ്റ് തുറന്ന് വെച്ചേക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കണം. അത്രയേ ഉള്ളൂ. കുഴഞ്ഞൊന്നും പോകത്തില്ല. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക കഴിക്കാത്ത ആൾക്കാരും കഴിക്കും. ഇനി ഇതിനകത്ത് ഗരം മസാല ഇച്ചിരി ഇടണം. ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാല ഞാനിവിടെ പൊടിക്കുന്നതാണ്. വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും മതി. ഞാനിവിടെ പൊടിച്ചതാണ്. ഇനി
ഇത് ഇച്ചിരി നേരം തുറന്ന് വെച്ചതിന് ശേഷം പിന്നെ അടച്ചു വെച്ച് 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. 10 മിനിറ്റായി. നല്ല പെർഫെക്റ്റായി. വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. കണ്ടോ, ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കും. അതാ ഏറ്റവും ടേസ്റ്റ്. കറിയൊന്നും കൂട്ടാത്തവർക്കും പിള്ളേർക്കും എല്ലാം ഏറ്റവും നല്ല സാധനമാണ്. ഞാനിനി കാണിക്കാം. പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ച് നല്ല പെർഫെക്റ്റ്, നല്ല ടേസ്റ്റിയാവും. വെണ്ടയ്ക്ക കൂട്ടാത്ത കുട്ടികൾക്ക് പോലും ഇതിഷ്ടമാകും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട, ഇത് ഇളക്കി തിന്നാനും ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിനും നല്ല. ഒന്ന് വെച്ച് നോക്കാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ചെയ്യണം.